Yo, welcome guys back to another video. Okay guys, ഞാൻ ഇന്ന് കളിക്കാൻ പോകുന്നത് കമല എന്ന് പറഞ്ഞൊരു ഹൊറർ ഗെയിമാണ്. നിങ്ങൾക്കറിയാം നമ്മുടെ കമല ഗെയിം ഇന്ത്യക്കാരാണ് ഡെവലപ്പ് ചെയ്തത്. പക്ഷേ നമ്മുടെ കമല PC-യിൽ മാത്രമേ അവൈലബിൾ ആയിരുന്നുള്ളൂ. പക്ഷേ നമ്മളുടെ കമല ഇന്ത്യൻ ഡെവലപ്പേഴ്സ് നമ്മുടെ കമല മൊബൈലും കൂടെ കൊണ്ടുവന്നിട്ടുണ്ട്. ഓക്കെ, കമല ഡെവലപ്പേഴ്സ് നമ്മുടെ ആ ഒരു ഗെയിം മൊബൈലും കൂടെ വന്നിട്ടുണ്ട്. അപ്പോൾ ഗൈസ്, അപ്പോൾ ഞാൻ ഇന്ന് കളിക്കാൻ പോകുന്നത് കമല മൊബൈൽ വേർഷനാണ്. ഓക്കെ, ഞാൻ ഇന്ന് കളിക്കാൻ പോകുന്നത് കമല മൊബൈലാണ്. അപ്പോൾ ഞാൻ കൂടുതലൊന്നും പറയുന്നില്ല. ഓക്കെ, ഞാൻ ഇതിനു മുമ്പ് ജസ്റ്റ് ഒന്ന് ഒരു ഗെയിം ഒരു 10 മിനിറ്റ് ജസ്റ്റ് നോക്കിയായിരുന്നു, കയറി നോക്കിയിരുന്നു. എനിക്കൊന്നും മനസ്സിലായില്ല ഗൈസ്. ഞാൻ അതേമാതിരി ബാക്ക് അടിച്ചിരിക്കുന്നതുകൊണ്ട് ഇപ്പോഴാണ് വീഡിയോ റെക്കോർഡ് ചെയ്യുന്നത്. ഓക്കെ, അത്ര ഉള്ളൂ ഗൈസ്. നമുക്ക് നേരെ വീഡിയോ ഒക്കെ എടുക്കാം. ഓക്കെ, നമുക്ക് ഇവിടെ ന്യൂ ഗെയിം സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, ആദ്യം നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഇവിടെ നൂബ്, നോർമൽ, ഹാർഡ് എന്നൊക്കെ പറഞ്ഞിട്ടിട്ടുണ്ട്. ഓക്കെ, ഞാൻ നേരത്തെ നോർമൽ ഇട്ടിട്ടാണ് പോയത്. നല്ല ഹാർഡായിട്ട് എനിക്ക് തോന്നി. ഓക്കെ, അതുകൊണ്ട് ഞാൻ ഇപ്പോൾ കളിക്കാൻ പോകുന്നത് നൂബാണ് ഗൈസ്. നൂബായിട്ടാണ് ഞാൻ കളിക്കാൻ പോകുന്നത്. ഓക്കെ, അത്ര ഉള്ളൂ ഗൈസ്. നമുക്ക് നേരെ വീഡിയോ ജസ്റ്റ് സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, പ്ലേ കൊടുക്കാം. Loud noises. Okay, Kamala's story is Kamala had a big smile on her face on her wedding day as she was getting. Everyone welcomed Kamala to her new home with love and happiness. Kamala Kalyana gets a good. However, destiny had different plans for her. Okay, Kamala was possessed by an evil spirit and her personality changed drastically. Kamala could പ്രേതം കൂടിയിട്ട് കമലയുടെ മൈൻഡ് ആകെ ചേഞ്ച് ആയി. ഓക്കെ, കമല എന്നിട്ട് മനുഷ്യ മാംസ സ്നേഹിയായി മാറി. ഓക്കെ, ഇത് സംഭവത്തിൽ കമല. ഓക്കെ, ഇതിൽ പറഞ്ഞിരിക്കുന്നത് നമ്മൾ കമലിനെ എക്സസൈസ് ചെയ്യണം. എക്സസൈസ് ചെയ്യണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ കമലേനെ നമ്മൾ തളക്കണം ഗൈസ്, തളക്കണം. ഇന്ന് നമ്മൾ കമൽ തളക്കും ഗൈസ്. ഓക്കെ, നമ്മൾ ഇതുകൊണ്ട് ഇതുപോലൊരു കാട്ടിനകത്താണ് വന്നിരിക്കുന്നത്. ഓക്കെ, മുന്നൊരു ഗേറ്റ് ഉണ്ട്, നമുക്ക് മുന്നോട്ട് പോയി നോക്കാം. എന്താണ് എനിക്ക് തുറക്കാൻ കഴിയുമോ? തുറക്കാൻ കഴിയുമല്ലോ. യെസ് ഗൈസ്. ഓക്കെ ഗൈസ്, നമ്മുടെ ഡോർ നമ്മൾ നൈസായിട്ട് ഓപ്പൺ ആയിട്ടുണ്ട്. ഇവിടെ വേറെ എന്തെങ്കിലും ഉണ്ടോ നോക്കാം. ഓക്കെ ഗൈസ്, എനിക്ക് ഈ ഒരു പോർഷൻ അറിയാം കേട്ടോ. നമ്മുടെ ഈ ഒരു വാതിൻ്റെ അപ്പുറത്താണ് നമ്മൾ ഗെയിം സ്റ്റാർട്ട് ആവുന്നത്. പക്ഷെ ആദ്യം നമ്മൾ ഇതുകൊണ്ട് ഈ ഒരു തീ അണക്കണം. ഈ തീ അണക്കാൻ വേണ്ടിയിട്ട് ഇതുകൊണ്ട് ഇവിടെ ഒരു സാധനം ഉണ്ടാവും. ഇതുകൊണ്ട് ഇവിടെ ഒരു വെള്ളം വരുന്നൊരു സാധനം ഉണ്ടാവും. പക്ഷെ ഇതിലിപ്പോൾ വെള്ളം വരത്തില്ല. ഇപ്പം ഇതിൽ നമുക്കൊരു ഇതൊന്നുണ്ടോ, നമ്മുടെ വെള്ളം ഇങ്ങനെ ഇങ്ങോട്ട് വരൂലേ, ഇതൊരു ലിവർ ഉണ്ട് ഇവിടെ. ആ ലിവർ പിടിച്ച് താത്തയിലെ വെള്ളം വരത്തുള്ളൂ. അപ്പോൾ അതിനായിട്ട് നമ്മളൊരു ലിവർ ഇവിടെ തേടണം. അയ്യോ എൻ്റെ ദൈവം, ഇതെന്താ. ഓക്കെ, നമുക്ക് ആ ലിവർ ജസ്റ്റ് ഒന്ന് എന്താ പറയുക, ജസ്റ്റ് ഒന്ന് സെർച്ച് ചെയ്തിട്ട് വരാം. ഓക്കെ, പിന്നെ ഇവിടെ ഒരു കുടം ഉണ്ടാവും ഗൈസ്. കുടം, ആ കുടമല്ല, നമ്മുടെ ഇതാണ്ട് ഈ ഒരു വെള്ളം നിറയ്ക്കുന്നൊരു കുടം. നമ്മൾ ഈ ഒരു കുടം എടുത്തിട്ട് നമ്മൾ എന്ത് ചെയ്യണം ഗൈസ്, ആഡ്. ഓക്കെ ഗൈസ്, ഞാൻ പറഞ്ഞു വന്നത് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഈ ഒരു ബക്കറ്റ് ഇല്ലേ, ഈ ഒരു ബക്കറ്റ് ഗൈസ് നമ്മൾ ഇവിടെ ഇടണം. ഇവിടെ ഇതിനടിയിൽ നമ്മൾ ഈ ഒരു ബക്കറ്റ് വെക്കണം. അതിൻ്റെ സംഭവം ഇതുപോലെ വെക്കണം. ഇനി നമുക്ക് ഇതിൻ്റെ ലിവർ കണ്ടുപിടിക്കണം. ലിവർ ഇവിടെ ഈ ഒരു വീടിൻ്റെ ബാക്കിൽ ഒരു സ്റ്റോർ റൂം പോലത്തെ ഒരു സ്ഥലമുണ്ട് ഗൈസ്. അവിടെ ഇതിൻ്റെ ആ ഒരു ഇതുണ്ട്, ആ ഒരു ലിവർ ഉണ്ട്. ഇവിടെ ഇല്ലേ, ഇവിടെ അല്ല തോന്നുന്നു ഗൈസ്. ഇതന്നെ, ഇതിനകത്ത് ഇപ്പം എങ്ങനെ കയറുമോ ഗൈസ്? ഈ വഴി കയറാം, നമുക്ക് കയറാം. ഓക്കെ ഗൈസ്, ഇതാണ് ആ ലിവർ. ആ ലിവർ നമ്മൾ കണ്ടുപിടിച്ചു. വേറൊന്നും കണ്ടോ ഇവിടെ? എന്തേലും വേറൊന്നുമില്ല ഗൈസ്, ഒന്നുമില്ല. അല്ലേ ഡേയ്, ഇതോടെ അവിടെ തളം അടച്ചും മീൻകറി വെക്കും. ഞാൻ ഉള്ള കാര്യം പറഞ്ഞേക്കാം. ഓക്കെ ഗൈസ്, നമുക്ക് നേരെ അങ്ങോട്ട് വരാം. ഓക്കെ, വീടെവിടെ? അയ്യോ. ഓക്കെ, നമുക്ക് അങ്ങനെ ആ ലിവർ കിട്ടിയിട്ടുണ്ട്. ഇനി നമ്മൾ ലിവർ ഇവിടെ ഫിറ്റ് ചെയ്യണം. ഫിറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി ഹോൾഡ് നെക്കി പിടിക്കണം ഗൈസ്, അപ്പോൾ വെള്ളം ഫില്ലാവും. ഓക്കെ, വെള്ളം ഫില്ലായിട്ടുണ്ട് ഒരു ബക്കറ്റ്. നമുക്കത് എടുത്തിട്ട് ആ ഒരു തീരെടുത്ത്. ഓക്കെ, ആഡ് വന്ന് അത് സ്കിപ്പ് ചെയ്തു. ഓക്കെ, ഇനി നമ്മൾ ഇവിടെ നമ്മുടെ വാട്ടർ ഒഴിക്കണം. നമ്മൾ വെള്ളം ഇവിടെ ഒഴിക്കണം. ഓക്കെ, ഒഴിക്കടാ. ഒഴിക്കാൻ കഴിയുന്നില്ല ഗൈസ്, വെള്ളം ഒഴിക്കാൻ കഴിയുന്നില്ല. ഇതെന്താ ചെയ്യുക? യെസ്, നമ്മൾ വെള്ളം ഒഴിച്ച് നമ്മുടെ തീ കെടുത്തി ഗൈസ്. ഫൈനലി ഗൈസ്, നമ്മൾ ഇതിനകത്തോട്ട് കയറാൻ പോവാണ്. കയറുന്നതിന് മുമ്പ് വീഡിയോ കാണുന്നവർ ലൈക്ക് ചെയ്യുക. ഓക്കെ, ലൈക്ക് സബ്സ്ക്രൈബ് ഒക്കെ ചെയ്ത് പവറാക്കുക.
അകത്തോട്ട് കയറാം. എന്താണ് ഗൈസ്? തുറക്കടേ. യെസ് ഗൈസ്, യൂസ് ബെഡ്സ് ആൻഡ് വാർഡ്രോബ്സ് ടു ഹൈഡ് ഫ്രം കമല. ബെഡും പിന്നെ അങ്ങനത്തെ എന്തോ ഒരു ബെഡും അലമാരയും. ഓക്കെ, ബെഡും അലമാര ഉണ്ടെങ്കിൽ നമ്മൾ അതിനകത്ത് ഒളിച്ചിക്കാനാണ് പറഞ്ഞേക്കുന്നത്. യെസ് ഗൈസ്, ഫൈനലി നമ്മൾ ഇതിനകത്തോട്ട് കിടന്നു. പേടിയാവുന്നു, പുറത്തേക്ക് പോവാ. തുറക്കടേ, വാലോർക്കാൻ കഴിയില്ല. ഓക്കെ ഗൈസ്, അപ്പം നമ്മൾക്ക് കമലിനെ പോയി നോക്കിയിട്ട് വരാം. ആദ്യം നമുക്ക് ഇവിടെ എന്താ ഉള്ളതെന്നൊക്കെ സെർച്ച് ചെയ്ത് നോക്കാം. ഇതെന്താ സൗണ്ട്? ഹലോ, ഒന്നുമില്ല ഗൈസ്, ഈ ബെൽപ്പിനകത്ത് ഒന്നുമില്ല ഗൈസ്. ഓക്കെ, ഇവിടെ ഒരു കൃഷ്ണന്റെ ഫോട്ടോ ഉണ്ട് കേട്ടോ. എല്ലാവരും പ്രാർത്ഥിച്ചോ, എസ്കേപ്പ് ആവണമെന്ന് എല്ലാവരും പ്രാർത്ഥിച്ചോ. ഓക്കെ, അപ്പം നമുക്ക് ഇതിനകത്തോട്ട് കയറാം. തുറക്കങ്ങട്. എന്തിനും ഒരു മടി. നമുക്ക് ഇങ്ങനത്തെ ഈ ഒരു അലമാരക്കുള്ളിൽ നമുക്ക് ഇങ്ങനെ ഒളിച്ചിക്കാം അല്ലേ? കമല വരുന്ന സമയത്ത് നമുക്ക് ഇങ്ങനെ ഒളിച്ചിക്കാൻ കഴിയും. എടാ എന്തോ. ഓക്കെ, ഇനി നമ്മൾ ഇവിടെ എന്തെങ്കിലും ഉണ്ടോ നോക്കാം. ഇത് തുറക്കാം. അയ്യോ, ഇതെന്താ? കളക്റ്റിബിൾ 18 കളക്ട് ചെയ്യണം അല്ലേ? ഓക്കെ. അപ്പൊ നമ്മുടെ കമല എവിടെ ഗൈസ്? കമലിനെ കാണാനില്ല. ഒബ്ജക്റ്റീവ് എക്സോസൈസ് കമല. അതിന് കമലിനെ കാണണ്ടേ? കണ്ടാലല്ലേ നമുക്ക് തിളക്കാൻ കഴിയും. വാടി, നിന്നെനിക്കൊന്ന് കാണണം. ഈ ബൾബ് തുറക്കാൻ കഴിയോ? തുറക്കാൻ കഴിയില്ല. കഴിയും. എന്തേലും ഉണ്ടോ? ഒന്നുമില്ല. ഈ ഗ്ലാസ് തുറക്കാൻ കഴിയോ? ഇല്ല, കഴിയൂല. ഓക്കെ, ഈ സൂട്ട് കേസ് തുറക്കാൻ കഴിയോ? ഓക്കെ, അപ്പോൾ നമുക്ക് ഇവിടെ എന്തോ ഒരു കോഡ് എടുക്കണം കേട്ടോ. ഇവിടെ എന്തോ ഒരു കോഡ് അടിച്ച് നമുക്ക് ഈ ഒരു സാധനം തുറക്കാനുണ്ട്. ഓക്കെ, കക്കൂസ് വരെയൊക്കെ ഇന്ത്യൻ സ്റ്റൈലാണ് ഗൈസ്. സീനാണ് ഗൈസ്. വെള്ളമുണ്ടോ? വെള്ളമൊന്നുമില്ല. ഇവിടെ എന്ത് എഴുതി വെച്ചിട്ടുണ്ടല്ലോ? I can hide from her, but not for long. She's unstoppable. I don't know if can I escape. I don't know if can I survive. Lord, you won't be seeing me. ഇവിടെ ആരോ പെട്ടുപോയി ചത്തെന്ന് തോന്നുന്നു കേട്ടോ. ഇതെന്താ? ഇന്ത്യൻ ചെരുപ്പ് ഗൈസ്, വെള്ളിച്ചെരുപ്പ്. സീന് സാധനം. ഏതാ? അങ്ങോട്ട് പോടേ. അപ്പൊ ഇവിടെ ഒന്നും ഇല്ല. ഇനി നമ്മൾ ഈ റൂമിലോട്ട് പോവാ. നീഡ് ബെഡ്റൂം കീന് ആവശ്യമുണ്ട് കേട്ടോ. ബെഡ്റൂം കീ. ഇവിടെ ഒരു ബെൽപ്പുണ്ട്. ഇതിനകത്ത് എന്തെങ്കിലും ഒരു സാധനം, എന്തെങ്കിലും കാറ്റ് മാത്രമുണ്ട്. ഓക്കെ, വാലോർക്കാം. ഇതിലുണ്ടോ? ഹലോ ഗായ്സ്, ചോര. ഇവിടെ ആരോ വന്നിട്ട് അവന്മാരെ അടിച്ച് തല്ലി പൊട്ടിച്ച് തലയൊക്കെ പൊടിച്ച് തിന്നു തോന്നണി ഈ പെണ്ണുമ്പിള്ള. ഒന്നറിഞ്ഞൂടാ. ഇവിടെ അയ്യോ കമല, ഇവിടെ വിളിച്ചിക്കാൻ കഴിയോ? പെണ്ണുമ്പിള്ള എന്തോ സൗണ്ട്. അടുക്കളയിൽ ഞാൻ എന്താ അറിയാണ്ട് എന്തോ സൗണ്ട് ഉണ്ടാക്കിപ്പോയി ഗൈസ്. പെണ്ണുമ്പിള്ള എപ്പോഴും വരും ഇങ്ങോട്ട്. ആ പാദസരത്തിന്റെ സൗണ്ട് ഞാൻ കേൾക്കാം ഗൈസ്. പാദസരം. ചിങ് സൗണ്ട് കേൾക്കാം. ഇവിടെ ആരുമില്ല. പൊയ്ക്കോ. ഇവിടെ ആരുമില്ല. പൊയ്ക്കോ. നമ്മൾ മന്ത്രമൊക്കെ ചൊല്ലുന്നുണ്ട് കേട്ടാ. ഓം ഷീം ബ്രും ബും 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 ബും. രണ്ടും കൽപ്പിച്ച് ഇറങ്ങാൻ പോകും ഗൈസ്. എനിക്കാരും പേടിയില്ല. എന്ത് ആടി. ഓക്കെ ഗൈസ്, പരസ്യമൊക്കെ സ്കിപ്പ് അടിച്ചു. ഇനി നമ്മൾ ഇങ്ങോട്ട് വരിക. എന്താണ്? എനിക്കാരും പേടിയില്ല. ഇറങ്ങി വാടി. നിന്നെ മന്ത്രം ചൊല്ലും, നിന്നെ ഉറക്കും ഞാൻ കിടത്തി. വാടി, ഇവിടെ നമ്മൾ വന്നേയല്ലേ. വാടി. എവിടെ? എനിക്കൊന്ന് കാണണം കമലനെ. ഗണപതിന്റെ ഫോട്ടോ ഒക്കെ ഒട്ടിച്ച് വെച്ചിട്ടുണ്ട്. ഈ സാധനമാണ് ഗൈസ് കിടന്ന് ഒച്ചപ്പാടായിക്കൊണ്ട് നിൽക്കുന്നേ. നിർത്താൻ വഴിയുണ്ട? ഓക്കെ, ഒളിച്ചിട്ടുള്ള സ്ഥലമാണ്, വേറൊന്നല്ല. ശ്വാസം ഗൈസ്. കമൽ ഇവിടെ ഉണ്ട് ഗൈസ്. ഇത് മുറുക്കാ? അയ്യോ, മുറുക്കല്ല, കൊതുക് തിരി. ബെൽപ്പ് തുറക്ക. ചിരിക്കുന്ന മോള് ഏട്ടായി വന്ന്
ഏട്ടായി വന്നേ ഗായ്സ്. ഇയർഫോൺ വെച്ചോ കേട്ടോ. ഇയർഫോൺ വെക്കാണ്ട് കണ്ട ഒരു എക്സ്പീരിയൻസ് കിട്ടത്തില്ല. ഇയർഫോൺ പിടിച്ച് ഗണപതിന്റെ ഫോട്ടോ. പക്ഷെ എൻ്റെ പള്ളി എടാ ഓടാൻ സമയം കിട്ടിയില്ലടാ. വാ ചേടച്ചോറി വൈവ് എല്ലാം തന്നെ ആഡ് കണ്ട് ഭ്രാന്ത് പിടിക്കുന്നു. എന്ത് ചെയ്ത് എന്നെ എന്ത് ചെയ്ത് ഇതെന്താ ചിരിക്കുന്ന അപ്പാർ. ഒന്നും ചെയ്യരുത്. പാവാണ് പാവാണ്. എടാ നമ്മളാ ഇതിൽ ഹോമകുണ്ടത്തിലേക്ക് ഇട്ടടേ. മൃത്യു റീസ്റ്റാർട്ടിങ്ങാ. എടാ എന്തുവാടേ ഇത്? ആദ്യം തൊട്ട് കളിക്കണം തോന്നുന്നു. അപ്പൊ നമ്മൾ ഈ ഒരു വീഡിയോ ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യാണ്. എനിക്കിത് എസ്കേപ്പ് ചെയ്യാൻ കഴിയൂല ഗസ്. എന്തായാലും വേണമെങ്കിൽ ഞാൻ നല്ലോണം പ്രാക്ടീസ് ചെയ്ത് വേണമെങ്കിൽ ഇതേലെ എസ്കേപ്പ് ആവണമെങ്കിൽ നിങ്ങൾ ജസ്റ്റ് ഒന്ന് ഒരു കമൻറ്റ് ഇട്ടാൽ മതി ഗസ്. ഞാൻ എസ്കേപ്പ് ആയിക്കോളാം. എങ്ങനെങ്കിലും എസ്കേപ്പ് ആയിക്കോളാം. എനിക്ക് എസ്കേപ്പ് ആവണമെങ്കിൽ നിങ്ങൾ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ഇട്ടാൽ മതി. പിന്നെ ഒന്നുകൂടെ പറയാണ്, വീഡിയോ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. ഒരു 10K ഗീവ് അവേ ഒക്കെ തരാൻ നോക്കാം. അപ്പോൾ അത്രേ ഉള്ളൂ ഗൈസ്. ബൈ.